നവകേരളത്തിന്റെ സഞ്ചിത പൊതുകടം 5 ലക്ഷം കോടി രൂപയാക്കി വച്ചിട്ടുണ്ട് 2 ടൈമിലെ ഭരണം. എടുത്തു പറയത്തക്ക വികസന സംരംഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സത്യം പറഞ്ഞമല്ലോ, നിക്ഷേപ സംഗമങ്ങൾ നടത്തുന്നു. കുറെ നിക്ഷേപകർ സർക്കാരിന്റെ ചിലവിൽ വന്ന് കൊണ്ടിറങ്ങി ചർച്ച നടത്തി തിരികെ പോകുന്ന പോക്കിന് അവരൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് പോകും. അതുതന്നെ അവരുടെ നിക്ഷേപ വാഗ്ദാനം കോടികളുണ്ട്. അതൊക്കെ കൂട്ടിയെടുത്ത് വ്യവസായ മന്ത്രി പ്രഖ്യാപിക്കും, ഇതാ കേരളത്തിൽ 500 കോടിയുടെ 1000 കോടിയുടെ നിക്ഷേപം ഇതാ സംഗമം വഴി വരുന്നു. ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് മടങ്ങുന്ന വ്യവസായി ഫ്ലൈറ്റിലിരുന്ന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതികളൊക്കെ അന്ന് അവലോകനം ചെയ്യും. അതോടെ ആ നിക്ഷേപകന്റെ ഇൻട്രസ്റ്റ് എന്ന് കെട്ടടങ്ങും. ഉദാഹരണത്തിന് കേരള വെറും ഒരു പ്രചരണ തട്ടിപ്പായി ഒടുവിൽ വൈൻഡപ്പ് ചെയ്യും. ഇനി ഇത് വീണ്ടും പൊങ്ങി വരും, ഒന്നുകിൽ ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ പ്രചരണത്തിന് വേണ്ടി കേരള ഇതാണ് വീണ്ടും വരുന്നത് എന്നൊക്കെ പറഞ്ഞിറങ്ങേണ്ടി വരും. K4 മിക്കയിടത്തും ഉപയോഗക്ഷമമേ അല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭീമമായ നഷ്ടത്തിൽ. ധനസമാഹരണത്തിന് സർക്കാർ കണ്ടെത്തിയ കിഫ്ബി വെള്ളാനയായി മാറി. ഏറ്റവും പുതുതായി 20 കോടി രൂപ മുടക്കി കേരള സർക്കാർ നവകേരളം സർവേ നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള CPM-ന്റെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഉപാധി മാത്രമാണ്. ഇനി ഇതൊക്കെ എല്ലാം കൃത്യമാണ് എന്ന് വരുത്തി തീർക്കാനാണ് നവകേരള സർവേയുമായി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ്. സർവേ നടത്തുന്നതിന് 8500 പേരുടെ സന്നദ്ധ സേനയെ തെരഞ്ഞെടുക്കുന്നത് CPM പ്രാദേശിക ഘടകങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ പിന്നോട്ട് പോയ CPM-ന്റെ ജനസമ്പർക്ക പരിപാടി തന്നെയാണ് ഈ സർക്കാർ ചെലവിൽ നടത്തുന്നത് എന്ന് വ്യക്തമാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്ന ലഘുലേഖ എല്ലാ വീടുകളിലും വിതരണം ചെയ്യുന്നു. ജനാഭിപ്രായം സമാഹരിക്കുന്ന വസ്തുനിഷ്ഠമായ സർവേ നടത്തിയാൽ അത് കേരളത്തിലെ വികസന തകർച്ചയെ കുറിച്ചുള്ള ഒരു കുറ്റപത്രമായിരിക്കും. അതിദാരിദ്ര്യമുക്ത കേരളം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഇത്തരം വ്യാജ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്നത് തെളിവുകൾ നിരത്തി കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടുന്നു. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ലൈഫ്, ആർദ്രം, വിദ്യാഭ്യാസ യജ്ഞം, ഹരിത കേരളം, റീബിൽഡ് കേരളം ഇങ്ങനെയുള്ള മിഷനുകളെ രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ടൊക്കെ വൈൻഡപ്പ് ചെയ്ത അവസ്ഥ. വിദേശ നിക്ഷേപ സമാഹരണത്തിന് ലോക കേരള സഭ, ആഗോള നിക്ഷേപ സംഗമം തുടങ്ങിയ മേളകൾ നടത്തിയെങ്കിലും വ്യവസായ നിക്ഷേപം ധാരണാപത്രത്തിൽ ഒതുങ്ങി നിൽക്കുമെന്ന് നേരത്തെ പറഞ്ഞത് സത്യമാണ്. കാർഷിക മേഖലയിൽ ഉൽപാദനത്തിലും ഉൽപാദന ക്ഷമതയിലുമൊക്കെ കേരളം റിവേഴ്സ് കേരളം. ഗുരുതരമായ വിദ്യാഭ്യാസ നിലവാരത്താസം മൂലം വിദ്യാർത്ഥികൾ നാട് വിട്ട് വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ. സർക്കാർ ആശുപത്രികൾ ഇന്ത്യൻ തൊഴുത്തായതോടെ മഹാഭൂരിപക്ഷം കേരളീയരും ചികിത്സ നേരെ ചൂഷണമാക്കിയ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേട്. ഈ ഒരു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പദ്ധതിയായ മെഡിസെപ്പ് എടുക്കുന്നില്ല. മെഡിസെപ്പിന്റെ അംഗീകാരത്തിന് ബില്ലടച്ചിട്ട് രോഗിക്ക് ഡിസ്ചാർജ് വാങ്ങാനാകാത്ത അവസ്ഥ. രോഗമെന്തെന്ന് കൃത്യമായി നിർണയം ചെയ്താലും ബില്ല് നൽകുന്നില്ല. ചികിത്സ കഴിഞ്ഞാലും ആശുപത്രിയിലേക്ക് മെഡിസെപ്പിന്റെ പണം എത്തില്ല. അതുവരെ ഉള്ളതെല്ലാം വിറ്റുപറക്കി ആശുപത്രി ബില്ല് അടച്ച് ആഴ്ചകളോളം ആ രോഗിയും കുടുംബവും കാത്തിരിക്കണം. അപ്പോൾ ആ ബില്ലിന്റെ 4/1 5/1 മാത്രമായിട്ട് സർക്കാർ എഴുതി. അതാണ് ഇപ്പോൾ മെഡിസെപ്പിന്റെ അവസ്ഥ. കൃത്യമായി എല്ലാ മാസവും സർക്കാർ ജീവനക്കാരിൽ നിന്ന് മെഡിസെപ്പിന് വേണ്ടി, പെൻഷൻകാരിൽ നിന്ന് മെഡിസെപ്പിന് വേണ്ടി കൃത്യമായ തുക വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ആ തുക വീണ്ടും വർദ്ധിപ്പിച്ചു. അതിന്റെ GST വീണ്ടും കുറയ്ക്കുകയും. നമ്മുടെ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഓഫർ പ്രഖ്യാപിക്കുന്നു. 100 രൂപയുടെ സാധനത്തിന് 200 രൂപ പ്രഖ്യാപിച്ചിട്ട് അതിൽ ഓഫർ 50 രൂപ. അപ്പോൾ 50 രൂപ കമ്പനിക്ക് ലാഭം. അതുപോലെയാണ് മെഡിസെപ്പിന്റെ അവസ്ഥ. സർക്കാർ ജീവനക്കാർ കൃത്യമായി തുക അടച്ചിട്ടും മെഡിസെപ്പിൽ കൃത്യമായ ഒരു ആശുപത്രി പോലും മെഡിസെപ്പ് ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രികളെല്ലാം കൈ കഴുകുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് മെഡിസെപ്പിന്റെ 2ാം ഘട്ടം നടപ്പാക്കാൻ സർക്കാർ ഇപ്പോഴും മടിക്കുന്നത്. ഈ ജനുവരി മുതൽ 2ാം ഘട്ടം തുടങ്ങാനിരുന്നതാണ്. മറ്റ് ആശുപത്രികളുമായുള്ള സഹകരണത്തിലുണ്ടായ ആ വെള്ളപ്പൊക്ക് കാരണം ഒട്ടേറെ സ്വകാര്യ ആശുപത്രികൾ മെഡിസെപ്പുമായി സഹകരിക്കാത്തത് കാരണം മെഡിസെപ്പുമായി ബന്ധപ്പെട്ട അതേ ഇൻഷുറൻസ് ഏജൻസി തന്നെ ഈ പദ്ധതി ഒന്നുകൂടി അവലോകനം ചെയ്യണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മെഡിസെപ്പിന്റെ 2ാം ഘട്ടവും ഒന്ന് മാറ്റിവെച്ചു. പക്ഷേ പണം പിരിക്കുന്നതിന്, മാസമാസം പണം കൃത്യമായി ഈടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ എല്ലാ തരത്തിലും കേരളം ഞെരുങ്ങുമ്പോഴാണ്, എങ്ങനെ കേരളം ഞെരുങ്ങുന്നു, നിങ്ങൾ ഞെരുങ്ങുന്നോ വികസിക്കുന്നോ, ഇതാകും LDF സർക്കാരിന്റെ CPM-കാർ നടത്തുന്ന ജനകീയ സർവേയുടെ പ്രധാന ചോദ്യം.